ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് കുറേ റീൽസ് കണ്ടിട്ട് പോകുന്നൊരു കടയാണ്, നമ്മുടെ സ്വന്തം റഹീമിക്കയുടെ കടയാണ്. ഞങ്ങൾ കുറേ റീൽസ് കണ്ടിട്ട് വന്നേട്ടാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ദമ്മ് പൊട്ടിക്കുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2 ചിക്കൻ ബിരിയാണി 1 ബീഫ് ബിരിയാണി കേട്ടോ പറഞ്ഞത്. നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ വിളമ്പുന്നത്, സെർവ് ചെയ്യുന്നത്. കാരണം 2 പേർക്ക് ഒരു ബിരിയാണി തന്നെ 2 പേർക്ക് തിന്നാൻ കാണും, 2 അല്ല 3 പേർക്ക് തന്നെ തിന്നാൻ കാണും കേട്ടോ. ഞങ്ങൾ റീൽസ് കണ്ടാ വന്നേന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ്റെ സ്നേഹം കാരണം കൊണ്ട് 1 പീസും കൂടെ ഞങ്ങൾക്ക് എക്സ്ട്രാ തന്നേട്ടാ. ആ ഇക്കടെ അവസാനത്തെ ആ ചിരിയും ആ വർത്താനാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ വീട്ടിൽ വന്ന് ഞാൻ പൊതി അങ്ങോട്ട് തുറന്നു. പൊതി തുറന്നപ്പോഴേ എന്തൊരു സ്മെല്ലാന്നറിയാൻ വന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു കഷ്ണം പീസ് എടുത്തിട്ട് ഞാൻ വായി വെച്ച്. ഈ സ്ഥലവും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം, വീഡിയോയുടെ അവസാനം ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഞാൻ കുഴച്ചിട്ട് ഒന്ന് വായി വെച്ച് നോക്കി. എൻ്റെ പൊന്നോ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഈ ചേട്ടൻ്റെ പ്രത്യേകത അല്ലേ, മറ്റേ ബിരിയാണി നമ്മൾ സാധാ വെക്കുന്ന കൂട്ടൊന്നുമല്ല ഇത് വെക്കുന്നത്, മറ്റേ ഊറ്റത്തില്ല ഈ ബിരിയാണി, അതാണ് ഇതിൻ്റെ പ്രത്യേകം. നല്ല കുവൈറ്റ് ബിരിയാണി കഴിക്കണമെങ്കിൽ നിങ്ങൾ പോകേണ്ട സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-ാം കുറ്റിയും 2-ാം കുറ്റിക്കും ഇടയ്ക്കായിട്ട് ഒരു കൊപ്രപ്പുറ ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്ന് നേരെ വരുമ്പോഴാട്ടോ ഈ കട വരുന്നത്. ചെറിയൊരു പെട്ടിക്കട പോലെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എവിടെ ചോദിച്ചാലും റഹീമിക്കയുടെ കട എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ കാണിച്ചു തരും. ആ കൊപ്രപ്പുറ ജംഗ്ഷനിൽ നിന്ന് നേരെ വരുമ്പോഴാട്ടോ. സ്ഥലം മറക്കുക.